അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി പെരി പെരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പാപ്രിക്ക പൗഡർ, അതുപോലെ തന്നെ ഞാൻ കപ്സ മസാല എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പും ഒലിവ് ഓയിലും ബട്ടറും, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റെഡ് ചില്ലിയും അതുപോലെ ഗാർലിക്കും ഒരു ലെമനും, പിന്നെ ഒന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് ഒരു പീസ് ചാർക്കോളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1 kg ചിക്കനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിലോട്ടേക്ക് നമ്മുടെ റെഡ് ചില്ലിയും അതുപോലെ ഗാർലിക്കും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡറും 1/2 ടേബിൾ സ്പൂൺ കപ്സ മസാലയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മുടെ ലെമനും ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഇതിലോട്ടേക്ക് എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. സ്വല്പം വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റാക്കി, സ്മൂത്ത് പേസ്റ്റാക്കിയിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം. കഴുകി വെച്ച ചിക്കനിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഉള്ളോട്ടേക്കൊക്കെ മസാല നല്ലപോലെ ഒന്ന് പിടിക്കും. നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാനായിട്ട്. ഒരു ചെറിയ സ്റ്റീൽ ബൗളോ അല്ലെങ്കിൽ ഒരു സെറാമിക് ബൗളോ എടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ മുകളിലോട്ടേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു പീസ് ചാർക്കോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു സ്വല്പം സൺഫ്ലവർ ഓയിൽ വയ്ക്കുക. അപ്പോൾ നല്ലൊരു സ്മോക്ക് വരുമല്ലോ. അപ്പോൾ അത് ടൈറ്റാക്കിയിട്ട് ഒന്നെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ടൈറ്റായിട്ടുള്ളൊരു സ്റ്റീലിൻ്റെ അടുപ്പ് വെച്ചിട്ടോ ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 1/2 hour അത് അടച്ച് വയ്ക്കുക. അതുപോലെ തന്നെ അപ്പോൾ ആ സ്മോക്കിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ ചിക്കനിൽ പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ 1/2 hour കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതൊന്ന് ഗ്രില്ല് ചെയ്തിട്ടെടുക്കുക. നമ്മളിപ്പം ഗ്രിൽ പാനിലോ അല്ലെങ്കിൽ അവനിലോ ഒന്നുമല്ല ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും എളുപ്പമായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാം. ഞാനൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലാണ് ചെയ്യുന്നത്. സ്വല്പം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് എത്രയാണോ ചിക്കൻ ഉപയോഗിക്കുന്നത് അത്ര തന്നെ ബട്ടർ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതിലോട്ടേക്ക് നമ്മൾക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഈ ബട്ടറിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം കൂടിയിട്ട് നല്ലൊരു പ്രത്യേക സ്മെല്ല്, കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ചെറുതായി തീയിലിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് ബാക്കിയുള്ള നമ്മുടെ പേസ്റ്റും കൂടി ഇതിലോട്ടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും കൂടി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒരു 1 minute ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി പെരി പെരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അസ്സലാമു അലൈക്കും.